നമ്മൾ വസിക്കുന്ന ഈ ഭൂമിയിൽ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടിയാൽ എന്താണ് സംഭവിക്കുക? അതിന് തടയാൻ വേണ്ടിയെടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ്? നമസ്കാരം, വീഡിയോയിലേക്ക് സ്വാഗതം. സോളാർ സിസ്റ്റത്തിലെ ഒരു ഗ്രഹമാണ് ഭൂമി. എന്നാൽ സോളാർ സിസ്റ്റത്തിലുള്ള മറ്റുള്ള ഗ്രഹങ്ങളെ അനുബന്ധിച്ച് വെച്ച് നോക്കുകയാണെങ്കിൽ ഭൂമിയിൽ മാത്രമാണ് ജീവജാലങ്ങളും അതിമനോഹരമായ പ്രകൃതിയും കാണപ്പെടുന്നത്. എന്നാൽ ഭൂമി ഏത് നേരവും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഭൂമിയിലുള്ള വാതകവും ബഹിരാകാശത്തുള്ള വാതകവും ഭൂമിയിൽ എത്തിച്ചേരുമ്പോൾ അവയുടെ അളവ് കൂടുകയും ഗ്ലോബൽ വാർമിംഗ്, ഗ്രീൻ ഹൗസ് എഫക്ട് ഇവയ്ക്കൊക്കെ കാരണമാകുന്നു. ഇങ്ങനെയുള്ള ഭീകരമായ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നേരത്തെ എടുക്കേണ്ട മുൻകരുതലുകൾ, ഇവയെ തടയാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ നിന്നുണ്ടാകുന്ന ഫലം എന്തായിരിക്കും എന്നുള്ള കാര്യവും നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നുണ്ട്. ഭൂമി അതിഭീകരമായ ഓസോൺ പാളിയിൽ മൂടിക്കിടക്കുന്ന ഒരു ഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ നാം എല്ലാം ഭൂമിയിൽ വളരെ സുരക്ഷിതരായി താമസിക്കുന്നു. എന്നാൽ പോലും ഭൂമിയിൽ കാണുന്ന ഫ്ലോറോ കാർബൺസ് പോലുള്ള വാതകങ്ങൾ ഓസോൺ പാളിക്ക് ഒരു ശത്രുവായി തീരുകയാണ്. ഓസോൺ പാളി നാം എല്ലാം വസിക്കുന്ന ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിലുള്ള ഒരു ഭാഗമായ സ്ട്രാറ്റോസ്ഫിയറിലാണ് കാണപ്പെടുന്നത്. അതിനാൽ തന്നെ ഓസോൺ പാളി ഉണ്ടാകുന്നത് നമ്മുടെ എല്ലാം ശരീരത്തിലെ റെഡ് ബ്ലഡ് സെൽസ് പോലെയുള്ള കോശങ്ങളിലൊക്കെ കാണപ്പെടുന്ന, അതുപോലെ തന്നെ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിൽ കാണപ്പെടുന്ന ഓക്സിജനിലാണ്. ഓക്സിജൻ 2 വട്ടം കമ്പൈൻ ചെയ്യുമ്പോൾ ഓക്സിജൻ മോളിക്യൂൾ ഉണ്ടാകുന്നു. അപ്പോൾ ഓക്സിജൻ O2 ആയിട്ട് മാറുന്നു. എന്നാൽ ഓസോൺ എന്ന് പറയുന്നത് ഓക്സിജൻ മോളിക്യൂൾസ് 3 വട്ടം കമ്പൈൻ ചെയ്തുണ്ടാകുന്നതാണ്. അപ്പോൾ ഓസോൺ O3 മോളിക്യൂൾ ആയി മാറുന്നു. ഇങ്ങനെയാണ് ഓസോൺ പാളി ഉണ്ടാകുന്നത്. അതിനാൽ ഓസോൺ പാളി ഉള്ളതുകൊണ്ട് സൂര്യനിൽ നിന്ന് വരുന്ന ഇൻഫ്രാറെഡ് റേസിനെയും അൾട്രാ വയലറ്റ് റേസിനെയും ഓസോൺ പാളി ഭൂമിയിലേക്ക് പരമാവധി കടത്തിവിടാതെ തടഞ്ഞു നിർത്തും. എന്നാൽ പോലും ഭൂമിയിലേക്ക് അൾട്രാ വയലറ്റ് റേസിന്റെയൊക്കെ ചെറിയൊരു ശതമാനം എത്തിച്ചേരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഉച്ചയൊക്കെയുള്ള വെയിലുകളിൽ പുറത്തിറങ്ങരുത്. ഇതിനെ തുടർന്നാണ് നമ്മളോടെല്ലാവരോടും ഉച്ചയ്ക്കുള്ള വെയിലിൽ പുറത്തിറങ്ങരുത് എന്ന് പറയുന്നത്. ഉച്ച സമയത്തുള്ള വെയിലിൽ അൾട്രാ വയലറ്റ് റേസിന്റെ ചെറിയൊരു ശതമാനം ഉണ്ടായിരിക്കുന്നതാണ്. ഇതിനെ തുടർന്ന് വലിയ സൂര്യാഘാതങ്ങളും മറ്റും നമ്മളുടെ ശരീരത്തിൽ എത്തും. അൾട്രാ വയലറ്റ് റേസും ഇൻഫ്രാറെഡ് റേസും നമ്മൾ പറയുന്നത് പോലെ അത്രയ്ക്ക് ചെറിയ വാതകങ്ങളല്ല. അവയുടെ ഫലമായി വലിയ അപകടങ്ങൾ തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അഥവാ നമ്മൾ അൾട്രാ വയലറ്റ് റേസ് ഏൽക്കുകയാണെങ്കിൽ അതിന്റെ ഫലമായി നമ്മുടെ ശരീരത്തിലെ സ്കിൻ ചുക്കിച്ചുരിയാൻ തുടങ്ങുന്നതാണ്. ഇതിനെ തുടർന്ന് ചെറുപ്പക്കാർ തൊട്ട് അഥവാ കുട്ടികൾ തൊട്ട് മുതിർന്നവരുടെ ശരീരം വരെ വാർദ്ധക്യാവസ്ഥയിലെത്തുന്നു. ഇത് മാത്രമല്ല, അൾട്രാ വയലറ്റ് റേസ് നമ്മുടെ ശരീരത്തിൽ എത്തിച്ചേർന്നാൽ നമ്മളുടെ ശരീരത്തിലെ പ്രധാന ഓർഗനായ കണ്ണിന് വരെ അത് വലിയ ആപത്തായി തീരുന്നതാണ്. നമ്മുടെ കാഴ്ച ശക്തി നശിപ്പിക്കാൻ അൾട്രാ വയലറ്റ് റേസിന് സാധിക്കുകയാണ്. എന്നിരുന്നാലും അൾട്രാ വയലറ്റ് റേസിന്റെയും ഇൻഫ്രാറെഡ് റേസിന്റെയും ചെറിയൊരു ശതമാനം മാത്രമാണ് ഭൂമിയിൽ ഓസോൺ പാളി ഭൂമിക്ക് ചുറ്റും ഉള്ളതിനാൽ എത്തിച്ചേരുന്നത്. അതുകൊണ്ട് നമ്മൾ അധികം ഭയപ്പെടേണ്ടതില്ല. എന്നാൽ പോലും രാവിലെ ഉണ്ടാകുന്ന വെയിൽ കൊണ്ടാൽ നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടാകില്ല. എങ്ങനെയാണ് ഓസോൺ പാളിയിൽ വിള്ളൽ ഉണ്ടാകുന്നത് എന്ന് കണ്ടാലോ? ഓസോൺ പാളിയിൽ വിള്ളൽ ഉണ്ടാകാൻ കാരണം നമ്മുടെ ഭൂമിയിലുള്ള ഫ്ലോറോ കാർബൺസ് എന്ന് പറയുന്ന വാതകമാണ്, അല്ലെങ്കിൽ CFC എന്ന് പറയുന്ന വാതകം. ഈ ഒരു വാതകം നമ്മുടെ ഭൂമിയിൽ നിന്ന് റിലീസ് ആവുകയും സ്ട്രാറ്റോസ്ഫിയറിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. തുടർന്ന് ക്ലോറിനായി മാറുകയും ചെയ്യുന്നു. ക്ലോറിൻ ഓസോണുമായി കമ്പൈൻ ചെയ്ത് ഓസോണിനെ ഓക്സിജനായി മാറ്റുന്നു. ഇതൊരു ചക്രിക പ്രക്രിയയാണ്, അല്ലെങ്കിൽ ഒരു സൈക്ലിക് പ്രോസസ് ആണ്. ഓക്സിജൻ കമ്പൈൻ ചെയ്ത് ഓസോൺ ആകുന്നു. വീണ്ടും ക്ലോറിൻ ഓസോണിനെ ഓക്സിജൻ ആക്കുന്നു. വീണ്ടും അത് ഓസോൺ ആയി മാറുന്നു. ഇത് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ പണ്ടൊക്കെ യൂസ് ചെയ്തിരുന്ന AC പോലുള്ള വസ്തുക്കളിൽ നിന്ന് ഫ്ലോറോ കാർബൺസ് റിലീസ് ആയിക്കൊണ്ടിരുന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ഫ്ലോറോ കാർബൺസ് അറ്റ്മോസ്ഫിയറിൽ നിന്ന് റിലീസ് ആവുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ള ACകളിൽ ആ ഒരു പ്രക്രിയ അവർ ഒഴിവാക്കിയിരിക്കുന്നു. എന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ള ACകളിൽ ഫ്ലോറോ കാർബൺസിന്റെ സാന്നിധ്യം ഇല്ല എന്ന്. ഓസോൺ പാളികളിൽ വിള്ളൽ ഉണ്ടാക്കാൻ കാരണമാകുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ഇതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് നമ്മൾ എന്നും യൂസ് ചെയ്യുന്ന പെട്രോളിയം പോലുള്ള വസ്തുക്കളുടെ പൊല്യൂഷൻ കാരണമാണ്. അതുപോലെ ഫാക്ടറി പൊല്യൂഷനും ഇതിൽ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന വെഹിക്കിൾസ്, ഇലക്ട്രിക് വെഹിക്കിൾസ് ഒഴികെയുള്ള പെട്രോളിയം ഇങ്ങനെയുള്ള വാതകങ്ങൾ ഉപയോഗിച്ചുള്ള വസ്തുക്കളിൽ നിന്ന് പൊല്യൂഷൻ കൂടുകയും ഓസോൺ പാളികളിൽ വിള്ളൽ ഉണ്ടാകാൻ അത് കാരണമാവുകയും ചെയ്യുന്നു. ഫോസിൽ ഫ്യൂവൽസ് ഇതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രിക് വെഹിക്കിൾസിൽ പൊല്യൂഷൻ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് വെഹിക്കിൾസ് ഉപയോഗിക്കുന്നതിലൂടെ ഇങ്ങനെയുള്ള പൊല്യൂഷൻ കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. ഇനി പലവർക്കുമുള്ള സംശയമായിരിക്കും, എന്തുകൊണ്ടാണ് ഹൈഡ്രജൻ ഇതിനൊന്നും യൂസ് ചെയ്യാത്തത് എന്ന്. ഹൈഡ്രജൻ ഗ്യാസ് വെച്ചിട്ടുള്ള വെഹിക്കിൾസ് പോലുള്ള ഉൽപ്പന്നങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്യൂച്ചറിൽ അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ വിപണിയിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
വിദഗ്ധന്മാർ ഇതിനെക്കുറിച്ചിട്ടുള്ള പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇതിന് ഇത്രയും സമയം എടുക്കുന്നത് എന്ന് വെച്ചാൽ ഹൈഡ്രജനെ കുറിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും അറിയണം. ഹൈഡ്രജൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, എന്താണ് ഹൈഡ്രജൻ, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഇനി ഹൈഡ്രജൻ വെഹിക്കിൾസ് കാലങ്ങൾക്ക് ശേഷം വിപണിയിൽ വന്നാൽ പൊല്യൂഷൻ കുറയുമെന്നോ? ഈ ചോദ്യത്തിന് ഉത്തരം കുറയാൻ സഹായിക്കുമെന്നാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. എന്നാൽ പോലും ഹൈഡ്രജൻ എന്ന് പറയുന്ന വാതകത്തിന് അതിൻ്റെതായ നല്ല ശീലങ്ങളും ചീത്ത ശീലങ്ങളും ഉണ്ട്. ചീത്ത ശീലങ്ങൾ എന്ന് വെച്ചാൽ വളരെ അപകടമാണ്. ഹൈഡ്രജൻ ഗ്യാസ് എന്ന് പറയുന്നത് വളരെ സുലഭമായി കിട്ടുന്ന ഒരു വാതകമാണ്. നല്ല കലോറിഫിക് വാല്യൂ ഉള്ള ഗ്യാസ് തന്നെയാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഇതിനൊക്കെ തുടർന്ന് ഹൈഡ്രജന് പൊല്യൂഷൻ കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഇതൊക്കെ അതിന് സാധിക്കുമെങ്കിലും ഹൈഡ്രജൻ വാതകം എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഹൈഡ്രജൻ വാതകം എന്ന് പറയുന്നത് പെട്ടെന്ന് കത്തിപ്പിടിക്കാനും പൊട്ടിത്തെറിക്കാനും സാധിക്കുന്ന ഒരു വാതകമാണ്. ഈ വാതകത്തിന്റെ ഈ ഒരു കാരണമാണ് ഹൈഡ്രജൻ ഗ്യാസ് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാത്തത്.